സതീശൻ്റെ ദിവസപ്പടിക്കാരിയായിട്ടുള്ള SUCI ഉഡായിപ്പ് ആശ മിനി ഷാജിർ ഖാൻ വാ തുറന്നാൽ പച്ച കള്ളമേ പറയുള്ളൂ. അവരുടെ ലക്ഷ്യം വേറെയാണ്. പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരാരുമില്ല. INTUC എന്ന കോൺഗ്രസിൻ്റെ ട്രേഡ് യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള R ചന്ദ്രശേഖരൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു തൊഴിലാളി യൂണിയൻ പറയുന്നു, ആശാ വർക്കർ എന്ന തൊഴിലാളികളെ കൊണ്ടുവന്ന് ദിവസപ്പടി കൊടുത്ത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം അത് അടിമുടി ഉഡായിപ്പാണ്. അത് ആ തൊഴിലാളികളോടുള്ള സ്നേഹം കൊണ്ടല്ല, അവർക്ക് സഹായം കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, പക്ഷേ മറ്റ് ചില ലക്ഷ്യങ്ങളുണ്ട്. അവർക്ക് ശരിക്കും INTUC എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അന്ന് നടന്ന ചർച്ച. കാരണം ഇവരിങ്ങനെ പുറത്തിറങ്ങി പച്ചക്കള്ളം പറയും എന്ന് ധാരണയുള്ള ഒരാളാണ് ഞാൻ. കാരണം അവരുടെ മനസ്സ് ഒരു സെറ്റിൽമെൻറ്റ് മനസ്സല്ല. അവർക്ക് ഈ പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു താല്പര്യമല്ല. യഥാർത്ഥത്തിൽ ഒരു ദിവസം കൊണ്ടുണ്ടായതാണോ ഈ ആശാ വർക്കർമാരുടെ പ്രശ്നം? അല്ലല്ലോ. ഞങ്ങളുടെ സ്റ്റാൻഡ് ഇതാണ്. 5 വർഷം തുടർച്ചയായിട്ട് ജോലി ചെയ്താൽ ആ തൊഴിലാളിയെ ആ മേഖലയിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാക്കി എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കണം. ഇതാണോ എൻ്റെ തെറ്റ്? ഇത് പറയണ്ടേ? സത്യത്തിൽ ഈ VK സദാനന്ദനും ഞാനുമായി ദീർഘമായി 2 മണിക്കൂർ സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊരു ചർച്ചയാകണം, ഇത് തീർക്കണം എന്ന ഒരു അഭിപ്രായത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്നുവരെ ഇത് പറഞ്ഞിട്ടില്ല. പറയുന്നത് ശരിയല്ലല്ലോ. അവരിങ്ങനെ ആക്രമിക്കാൻ തുടങ്ങിയാൽ നമുക്കിതെല്ലാം തുറന്ന് പറയേണ്ടി വരും. ഞാൻ അങ്ങനൊന്നും പറയുന്ന ഒരാളൊന്നുമല്ല. എല്ലാം വെച്ചുകൊണ്ടാണ് ഒരു ചർച്ച വരട്ടെ എന്ന് എല്ലാവരും കൂടി തീരുമാനിക്കുന്നതാണ്. ഞാനല്ല. ബഹുമാനപ്പെട്ട മന്ത്രി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചർച്ചയാകാം, എല്ലാ സംഘടനകളെയും വിളിച്ചൊരു ചർച്ചയാകട്ടെ. ഒരു തുറന്ന വേദി ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകുമല്ലോ എന്നൊരു ധാരണ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ അംഗനവാടി പാക്കേജിൽ ഒരു സമിതിയെ വെക്കാം. അംഗനവാടിയേക്കാൾ മെച്ചപ്പെട്ട സമിതിയാണ് ഇപ്പം ഇവർ പറഞ്ഞത്. IAS ഇതൊന്നും ആരും പറഞ്ഞിട്ടല്ല. അപ്പോൾ ഓണറേറിയം കൂട്ടുക തന്നെ ചെയ്യും എന്നാണ് മന്ത്രി പറഞ്ഞ വാക്ക്. ഇതൊന്നും നമ്മൾ മന്ത്രിയോട് പറഞ്ഞു കൊടുക്കാൻ നമ്മളൊന്നും ആളല്ലല്ലോ. ഭരണകൂടം എന്ന് പറയുന്നത് മന്ത്രിയാണ്. മന്ത്രിയോട് നമ്മൾ ഉപദേശിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ ചുമ്മാ പറഞ്ഞ് ഇതൊരു ഇകഴ്ത്തി പാടി ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒരു ട്രേഡ് യൂണിയൻ നേതാവിനും, അതും കോൺഗ്രസ് അനുകൂല ട്രേഡ് യൂണിയൻ നേതാവിന് ഇപ്പോഴത്തെ സമരം രാഷ്ട്രീയമായിട്ട് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ചന്ദ്രശേഖരൻ യാഥാർത്ഥ്യം പറയാണ്. കാര്യം ചരിത്രം കള്ളങ്ങൾക്കൊപ്പം സഞ്ചരിക്കില്ലല്ലോ. ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്താണ് ഉദ്ദേശമെന്നും ഇപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്നും മനസ്സിലാക്കിക്കൊണ്ടും സ്പോൺസർ ചെയ്യാൻ ആളുള്ളത് കൊണ്ടും പിന്നെ ക്യാമറ മൈലേജ് കിട്ടുന്നത് കൊണ്ടാണല്ലോ നിലനിന്ന് പോകുന്നത്. അതുകൊണ്ടാണ് അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് നേതൃത്വം സമരത്തിനൊപ്പം നിൽക്കുമ്പോഴും തൊഴിലാളികളുടെ ഭാഗമായി നിൽക്കുന്ന ട്രേഡ് യൂണിയൻ നേതാവ് യാഥാർത്ഥ്യം പറയുന്നത്. ആ യാഥാർത്ഥ്യം ചിലപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കും. കാര്യം അവരുടെ ആവശ്യം എങ്ങനെയും കുളം കലക്കി ഇവരെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടക്കാത്ത കാര്യം വാഗ്ദാനമാക്കിയിട്ട് നാളെ അധികാരം പിടിക്കാമെന്നുള്ളതാണ്. അങ്ങനെ അധികാരം പിടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ വാക്കിന് വില കൊടുക്കേണ്ടതില്ല എന്ന് നേരത്തെ ഈ സമരം സ്പോൺസർ ചെയ്യുന്ന സതീശനൊപ്പം തന്നെയുള്ള സംഘപരിവാറിൻ്റെ BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള വ്യക്തി ശ്രീധര പണിക്കർ പറഞ്ഞൊരു വാചകമുണ്ട്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കാനുള്ളതല്ല, അല്ലെങ്കിൽ ചില സമരങ്ങൾക്ക് പുറകിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ അതൊന്നും നടപ്പാക്കാൻ വേണ്ടിയല്ല, അതൊക്കെ വെറുതെ ആ സമയത്ത് ഒരു ഗുമ്മിന് കൊടുക്കുന്നതല്ലേ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ചന്ദ്രശേഖരൻ അക്കാര്യത്തിൽ അങ്ങനെയല്ല. തൻ്റെ ഒപ്പം നിൽക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് 5 വർഷം ആ മേഖലയിൽ പണിയെടുത്തു കഴിഞ്ഞാൽ അവരെ ഒരു ലാസ്റ്റ് ഗ്രേഡ് തൊഴിലാളിയാക്കി അല്ലെങ്കിൽ ജീവനക്കാരനാക്കണമെന്നുള്ള ആഗ്രഹത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമര രംഗത്താണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവർക്ക് ഇപ്പോൾ സ്പോൺസർ ചെയ്ത സമരത്തിലൂടെ കുറച്ച് ഓണറേറിയം എന്നൊരു വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനത്തെ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തണം. അത് മാത്രമാണ് ലക്ഷ്യം. അത് മുടങ്ങിക്കഴിയുമ്പോൾ കൊടുത്തില്ലേ എന്ന രീതിയിൽ ഇതേ ഉഡായ്പകൾ തന്നെ രംഗത്ത് വരും. അതുകൊണ്ട് SUCIയുടെ മിനി ഷാജിർ ഖാൻ അത് ഒരു വാടക സമരക്കാരിയാണ്. ഇടതുപക്ഷത്തിനെതിരെ സമരം ചെയ്യാൻ ആരാണോ കാശ് കൊടുക്കുക, ആരാണോ ഫണ്ട് കൊടുക്കുക, അവിടെ നിഷ്പക്ഷത ചമഞ്ഞ് ഷാജിർ ഖാന്റെ പൊണ്ടാർത്തി രംഗത്തിറങ്ങും. കഴിഞ്ഞ കുറേ കാലമായിട്ട് നാട്ടിൽ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് പിരിവെടുപ്പ് മാത്രമായിരുന്നു ഇവരുടെ പണി. ഇപ്പോൾ ദിവസപ്പടിയായിട്ട് പൈസ കിട്ടുമ്പോൾ ആ പിരിവ് തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് ആശമാരുടെ പേരിൽ ദിവസം അവർ വേതനമുണ്ടാക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ട്രേഡ് യൂണിയനുകൾക്ക് ഈ നാട്ടിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികൾക്ക് ജീവിതാവസാനം വരെ ഗുണമുണ്ടാകുന്ന പല കാര്യങ്ങളെ റദ്ദാക്കാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം സംഘപരിവാറിന് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ആർക്കെതിരെയാണോ സമരം ചെയ്യേണ്ടത്, ആരുടെ പ്രോജക്റ്റാണോ ഇത്, അവർ കൂടി ഈ സമരത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ പച്ച കള്ളങ്ങൾ ചില
സംഘപരിവാർ ക്യാമറകൾക്ക് മുന്നിൽ തട്ടിവിട്ടിട്ട് വലിയ സമരക്കാരി ചമഞ്ഞ് നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സമരത്തിനോട് എന്ത് സമീപനം സ്വീകരിക്കണമെന്നതിനെ സംബന്ധിച്ച് ട്രേഡ് യൂണിയൻ നേതാവായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർ ഒരു നിലപാടെടുക്കുമ്പോൾ അത് പ്രത്യേക താല്പര്യമാണ്, അവരോടൊപ്പം നിൽക്കുന്നത് ശരിയായ നിലപാടല്ല എന്ന് പരസ്യമായി പറയാൻ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായിട്ട് കാണുന്നവർക്ക് ഇതിൻ്റെ വസ്തുതയെക്കുറിച്ച് വിലയിരുത്താവുന്നതേയുള്ളൂ.